ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കോൺ ഉപയോഗിച്ചിട്ടുള്ള 3 റെസിപ്പീസാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ക്രഞ്ചി സ്പൈസി കോണാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കോണ് ബോയിൽ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ കോണിൻ്റെ മുകളിലോട്ടേക്ക് ഈ കോൺഫ്ലോറിൻ്റെ കോട്ടിങ് നല്ലപോലെ പറ്റിപ്പിടിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള ആ ചൂടോടെ തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ കോട്ടിംഗ് ആയി കിട്ടും. ഇനി നിങ്ങളതിൽ കോട്ടിങ് ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചോളത്തിൻ്റെ പകുതി ഭാഗം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ക്രിസ്പിയായി കിട്ടത്തില്ല കേട്ടോ. പിന്നെ ചോളം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് എനിക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോഴത്തേക്കന്നെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവും. ആ ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം മാത്രം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലാണ് ഈ കോരി മാറ്റിയ കോൺ ഇട്ടിട്ടുള്ളത്. കാരണം എക്സസ് ആയിട്ടുള്ള ഓയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രഞ്ചി ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലേ ഇതിൻ്റെ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് മസാലകൾ കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർക്കുക കേട്ടോ. ഇതിലോട്ടേക്ക് ഒരു പച്ചമുളകിൻ്റെ ഭാഗം മാത്രം ഞാൻ കുഞ്ഞായി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് പൊടിയായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി, അതും ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, അതും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ടേക്ക് പോവാം. അടുത്തത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസിക് ബട്ടർ പെപ്പർ കോണില്ലേ, അതാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് കോൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വേവിച്ച് വെച്ചിട്ടുള്ള കോണാണ്. അത് ബൗളിലോട്ടേക്ക് ഇട്ട് അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ബട്ടറും കുറച്ച് ഉപ്പും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കുക. ഇത് ചെയ്യുന്ന സമയത്തെ നമ്മുടെ കോണിന് നല്ല ചൂട് വേണം കേട്ടോ. എന്നാലേ ബട്ടർ ശരിക്കും മെൽറ്റായി കിട്ടുള്ളൂ, എല്ലാം കമ്പൈനായി കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് മസാല കോണാണ്. ഇതിനു വേണ്ടി 1 കപ്പ് കോൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ബട്ടറും കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണും അതുപോലെ ചാട്ട് മസാല ഒരു 1/4 ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിനും ചേർക്കുന്നുണ്ട്. ചാട്ട് മസാലയിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ 2 കോൺ റെസിപ്പീസ് ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം.